ജയം 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 പൂർണ്ണ ജയം. ഹാലലൂയ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ ആരാധനയും സകല പുകഴ്ചയും ബഹുമാനവും യേശുവിന് മാത്രം. ഹാലലൂയ. സ്തോത്രം. നമ്മളിന്ന് ചിന്തയ്ക്കായി നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോൾ യെരമ്യായുടെ പുസ്തകം 31 അധ്യായം, ജെറമയ ചാപ്റ്റർ 31, അതിൻ്റെ 31 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ. ജെറമയ ചാപ്റ്റർ 31 വേഴ്സ് നമ്പേഴ്സ് 31 until 34. ഹല്ലേലൂയ. വചനം ഇങ്ങനെ, ദൈവത്തിന്റെ ആത്മാവിനാൽ യെരമ്യയിലൂടെ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. The day is coming. 31 ഒന്ന് ശ്രദ്ധിക്കാം. 31, 32. The day is coming, says the Lord, when I'll make a new covenant with the people of Israel and Judah. This covenant will not be like the one I made with their ancestors when I took them by the hand and brought them out of the land of Egypt. They broke that covenant, though I loved them as a husband loves his wife, says the Lord. 31, 32 വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചു മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരിക്കുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവം പഴയ നിയമത്തിനകത്ത് അല്ലെങ്കിൽ പഴയ ഒരു കൽപ്പനയെ കുറിച്ച് പറയുക. സ്തോത്രം. അല്ലെങ്കിൽ ഉടമ്പടിയെ കുറിച്ച് പറയുക. കൽപ്പനയല്ല, സോറി, ഉടമ്പടിയെ കുറിച്ച് പറയുക. അപ്പം പണ്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ട് ഉണ്ടാക്കിയ ഉടമ്പടി. അതിനകത്ത് ആൾക്കാർക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ലായിരുന്നു. പുരോഹിതനായിരുന്നു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന ആൾക്കായിരുന്നു ഉത്തരവാദിത്വം. ശുശ്രൂഷിക്കുന്ന ആള് ആടിനെ അറക്കും, അതിന്റെ രക്തമെടുത്ത് ഇവരുടെ മേലും എല്ലാത്തിന്റെ മേലും തളിക്കും, എന്നിട്ട് ഇവരുടെ പാപം മാറിപ്പോയി എന്ന് പറയും. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്റെ മേലിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി. പക്ഷെ തിരുവചനം പറയുന്നു, അവരുടെ അടുത്ത് ഈ ഒരു ഉടമ്പടി ഒന്നും അല്ല, ഞാൻ ഈ ഒരു പുതിയ ഉടമ്പടിയാ. ഈ പുതിയ ഉടമ്പടി ഈ പഴയ ഉടമ്പടി പോലെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്റെ മുകളില് ഉണ്ടാക്കിയതുപോലെയല്ല. അവരെന്ത് ചെയ്തു? അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാഞ്ഞത് കാരണം അവർ ഓരോ സമയവും ഇതിനെ തല്ലിപ്പൊട്ടിച്ച് ഉടമ്പടിയെ പൊട്ടിച്ച് ഇവരെ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഇവര് തീരുമാനമെടുത്തതൊന്നും അല്ല. ഇവര് വർഷത്തിലൊരിക്കല് ഒരു ചടങ്ങിന് കൂടി ഇവരുടെ പാപം മായ്ക്കപ്പെട്ടു എന്ന് ഇവരങ്ങോട്ട് കേട്ടു. അവര് കുറച്ചു ദിവസത്തേക്കൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കും, പിന്നെ അവര് പഴയ പടി. ദൈവം ഇവിടെ അതിനൊരു കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മില് ഭർത്താവ് അവന്റെ ഭാര്യയെ എത്രയധികം സ്നേഹിക്കുന്നോ, അവളുടെ പിന്നാലെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുന്നോ, അതേപോലെയാ ദൈവം പറയുന്നത്. എന്നിട്ട് പറയുക, അങ്ങനെ അവരുടെ അടുത്ത് നിന്നിട്ട് പോലും ഈ ജനം തിരിഞ്ഞുപോയി ദൈവത്തിൽ നിന്ന്. പക്ഷെ പുതിയ ഉടമ്പടിയോ, വേഴ്സ് നമ്പർ 33, പുതിയ 33 തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, but this is the new covenant I will make with the people of Israel on that day, says the Lord. I'll put my instructions deep within them and I'll write them on their hearts. I will be their God and they will be my people. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. അപ്പൊ ഇതൊരു വേറൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനകത്ത് ദൈവം പറയുവാണ്, ഞാനൊരു പുതിയ ഉടമ്പടി, ഒരു പുതിയ കൽപ്പന പുറപ്പെടുവിക്കും, ഒരു പുതിയ ഉടമ്പടി, ഒരു ബന്ധം, ഒരു കവനന്റൽ റിലേഷൻഷിപ്പ്. ഈ കവനന്റൽ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ അവരുടെ ഹൃദയത്തില്, അവരുടെ ഹാർട്ടിനകത്ത്, അവരുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ചങ്കെന്നൊക്കെ പറയത്തില്ലേ, അതിനകത്ത് ഞാൻ ഒരു കൽപ്പന എഴുതി വെക്കും. ഞാൻ എൻ്റെ ഉപദേശങ്ങള് എഴുതി വെക്കും. കണ്ടോ? അതൊന്ന് വായിച്ചേ. I will put my instructions deep within them and I'll write them on their hearts. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൽപ്പനകള് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടുകൊടുത്തിട്ട് ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന്. ഓ, വണ്ടർഫുൾ അല്ലെ? ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുക യേശു കർത്താവ്.
നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്കകത്ത് എൻ്റെ കർത്താവ് എഴുതി വെച്ചിരിക്കുക. എങ്ങനെയാ? യേശുവിലൂടെ. ഇന്ന് പിതാവായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത്, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സ്വന്തം കൈവിരലാൽ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുക. എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പം പുതിയ ഉടമ്പടി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താൽ, ഇതിന്റെ മേളില് അടിസ്ഥാനമിട്ട പുതിയ ഉടമ്പടി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മേൽ ഉണ്ടാക്കിയ ഉടമ്പടിയ. ഈ ഉടമ്പടിക്കകത്ത് നിങ്ങൾക്കും എനിക്കും ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആരോ കോരി ഒഴിച്ച് നമ്മളുടെ അകത്തിട്ടിട്ട് നമ്മളെ ക്രിസ്തുവിലാക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സുബോധത്തില്, നമ്മളുടെ അറിവില് എനിക്ക് യേശുവിനെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ക്രിസ്തുവിലോട്ട് തിരിയുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു വലിയ മഹാ അത്ഭുതമാ. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് കർത്താവിന്റെ വിരലുകളും കൊണ്ട്, ആത്മാവിന്റെ ശക്തിയും കൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ഉള്ളില്, നമ്മളുടെ ഹൃദയങ്ങളിൽ എഴുതി വെക്കുക. ഇൻ ആർ ഹാർട്ട്സ്, ഹല്ലേലൂയ, എഴുതി വെക്കുക കർത്താവിന്റെ സകല കൽപ്പനകളും. ഇവിടെ എന്താ നടക്കുന്നേ? ഇവിടെ സ്നേഹം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ശുശ്രൂഷയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരമ സ്നേഹം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ യേശു കർത്താവിന്റെ രക്തം കൊണ്ടും യേശു കർത്താവിന്റെ വചനം കൊണ്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കർത്താവിന്റെ പുതിയ കൽപ്പന എഴുതി വെക്കുക. ഈ കൽപ്പന സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം. സ്നേഹത്തിൽ എഴുതി വെക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാ? അയ്യോ, എനിക്ക് അടി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞല്ല. നമ്മൾ ക്രിസ്തുവിന്റെ വചനം കേട്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒക്കെ ഹൃദയങ്ങളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ശരീരം കൊണ്ടും വായും കൊണ്ടും മനസ്സും കൊണ്ടും ഒക്കെ പാപം ചെയ്യാത്തത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. അവിടെ ചിന്ത കയറി വരും, എൻ്റെ യേശു എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചതാണെന്ന്. ഇതാണ് നമ്മളെ നിർബന്ധിക്കുന്നത് പാപം ചെയ്യാതിരിക്കാൻ. ഹെബ്രായർ ലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 6, ഇതാണ് പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനം. But now Jesus, our high priest, has been given a ministry that is far superior to the old priesthood, for he is the one who mediates for us a far better covenant with God based on better promises. യേശു വിശേഷതയേറിയ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതവും നിയമത്തിന്റെ മധ്യസ്ഥനുമാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി വിശേഷമേറിയ ഒരു ശുശ്രൂഷയും പ്രാപിച്ചു വെച്ചിരിക്കുന്നു. A far better covenant with God. പഴയ ഉടമ്പടിയെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠമേറിയ ഉടമ്പടി ദൈവമായിട്ട് നമുക്ക് വേണ്ടി കരസ്ഥമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മരണത്താൽ, ആ രക്തത്താൽ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മളോട് ഒരു എത്രയോ അധികം വലിപ്പമുള്ള, എത്രയോ അധികം ശ്രേഷ്ഠമുള്ള ഒരു ഉടമ്പടി കൈവരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്ത ആ യാഗത്താൽ നിങ്ങൾക്കും എനിക്കും ഒരു പുതിയ ബന്ധത്തിനകത്തേക്ക് കയറാൻ സാധിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഈ വിശ്വാസത്തിലൊക്കെ വന്നു കഴിയുമ്പം പഴയ ലഗേജും എടുത്തോണ്ട ഈ വിശ്വാസത്തിനകത്ത് വരുന്നേ. അതാ യേശു കർത്താവ് പറഞ്ഞത്, പുതിയ വീഞ്ഞു തുരുത്തിക്കകത്തെ പുതിയ വീഞ്ഞ് ഒഴിക്കാൻ പറ്റത്തുള്ളൂ, പഴയ വീഞ്ഞു തുരുത്തിക്കകത്ത് പുതിയ വീഞ്ഞ് ഒഴിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും പുതിയതാ, ഇത് സ്നേഹമാ, ഇത് സാക്രിഫൈസാ. ഒരുവൻ തൻ്റെ ജനത്തിനോട് ഉള്ള സ്നേഹം കൊണ്ട് ഹല്ലേലൂയ തൻ്റെ ജീവനെ വെറുതെ എന്ന് കരുതി, വെറുതെ പൊക്കോട്ടെന്ന് പറഞ്ഞ് കരുതി. ഹല്ലേലൂയ. ഇത് ഈ പുതിയ ഉടമ്പടിക്കകത്ത്, പുതിയ രക്തത്തിനകത്ത് ഉണ്ടാക്കിയ ഈ ബന്ധം ഘനമേറിയതും വലുപ്പമേറിയതും അതിശ്രേഷ്ഠവുമായ ഒരു ഉടമ്പടിയാ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 7-നകത്ത് പറയാ, ഹെബ്രായർ 8-7, ഇഫ് ദ ഫസ്റ്റ് കവനന്റ് ഹാഡ് ബീൻ ഫോൾട്ട്ലെസ്, there would have been no need for a second covenant to replace it. വായിച്ചേ. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിൽ ഇടം
അപ്പൊ രണ്ടാമത്തെ അന്വേഷിക്കാൻ ഉടമ്പടി പാടില്ല. വേണ്ടായിരുന്നു. എങ്ങനെ വേണ്ടായിരുന്നു? ആദ്യത്തെ ഉടമ്പടി ആട്ടുകൊറ്റന്മാരുടെ യാഗത്തിലുള്ള ഉടമ്പടി നല്ലതായിരുന്നു എങ്കിൽ നമ്മളെ രക്ഷിക്കാനും വിടുവിക്കാനും പ്രാപ്തരാക്കാനും ബന്ധനങ്ങൾ അഴിച്ചുവിടാനും ഒക്കെ ശക്തിയുള്ളതായിരുന്നെങ്കിൽ ഈ പഴയ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു. പഴയ ആട്ടുകൊറ്റന്മാരുടെ രക്തവും യാഗമായി കൊടുത്ത് അതിനകത്ത് നമ്മൾ കിടന്നാൽ മതിയായിരുന്നു. ഈ പുതിയ യേശു കർത്താവിന്റെ രക്തത്താൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ പഴയതിന് കഴിവില്ലാഞ്ഞത് കൊണ്ട് പഴയ ചടങ്ങിനകത്തും ചട്ടങ്ങളകത്തും ആചാരങ്ങൾക്കകത്തും അനിഷ്ടങ്ങൾക്കകത്തും അവിടെ ദൈവവചനമില്ലായിരുന്നു, അവിടെ ആത്മാവില്ലായിരുന്നു. മനസ്സിലാക്കണം, ഒരു രക്ഷയുടെ ജീവിതത്തിനകത്ത് എന്നും ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വേണം, ദൈവത്തിന്റെ വചനവും വേണം. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും വചനവും ഇല്ലാത്ത പഴയ ഉടമ്പടിക്കകത്ത് എല്ലാം നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ പഴയ ഉടമ്പടിക്കകത്ത് കിടന്നാൽ മതിയായിരുന്നു, ആ പഴയ രീതിക്കകത്ത് കിടന്നാൽ മതിയായിരുന്നു. പക്ഷേ യേശു കർത്താവിന്റെ രക്തം കൊണ്ട് മാത്രമേ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടത്തുള്ളൂ. യേശു കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞ് ഒരു ഹല്ലേലൂയ പ്രകാശത്തിന്റെ ജീവിതം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇരുട്ടിനെ വിട്ട് ഓടിപ്പോകാൻ പറ്റത്തുള്ളൂ. ഉത്തരവാദിത്വം എന്റെ മേൽ കിടക്കുന്ന എന്താ? ഞാൻ യേശുവിനെ എന്റെ രക്ഷകൻ എന്ന് വായും കൊണ്ട് ഏറ്റു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് വന്നു. ഹല്ലേലൂയ. പിന്നെ എനിക്ക് ഒരു നീതിയുള്ളൊരു ജീവിതം, അതുപോലെ എനിക്ക് വിശുദ്ധിയുള്ള ജീവിതം ജീവിക്കാൻ എനിക്ക് പിന്നെ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിന്റെ ജീവിതം എത്രയോ അധികം ഘനമേറിയത്. ഈ പുതിയ ഉടമ്പടിയുടെ ജീവിതം ഹല്ലേലൂയ പഴയതിനെ എല്ലാത്തിനെയും മായ്ച്ചു കളയുന്നു. എന്നുവെച്ചാൽ പുതിയ ഉടമ്പടി ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പുതിയ ഉടമ്പടിക്കകത്ത. ഈ പുതിയ ഉടമ്പടി ആട്ടുകൊറ്റന്മാരുടെ രക്തത്താലല്ല, വിശുദ്ധമായ യേശു കർത്താവിന്റെ രക്തത്താൽ അത്രേ പണിതിരിക്കുന്നേ. സ്തോത്രം. പഴയ ഉടമ്പടിക്കകത്ത്, പഴയ ഉടമ്പടിയും പഴയ നിയമത്തിനകത്തും ഹല്ലേലൂയ ആത്മാവിന്റെ ക്രിയ അല്ലായിരുന്നു, ജഡത്തിന്റെ ക്രിയയായിരുന്നു. അവിടെ ഒരു പ്രീസ്റ്റ് വന്ന്, ഒരു അഭിഷിക്തൻ വന്ന് ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ ഉടമ്പടി, പുതിയ രക്തം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, യേശു കർത്താവ്. യേശു കർത്താവിന്റെ രക്തം മാത്രമേ നമ്മളെ കഴുകത്തുള്ളൂ. യേശു കർത്താവിന്റെ രക്തം മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ ഉടമ്പടിക്കകത്ത് ഉണ്ടാക്കിയ ശുശ്രൂഷ ഒന്ന് പുതിയതും ശ്രേഷ്ഠമേറിയതും വചനം നമ്മളുടെ ഹൃദയമായ മാംസപ്പലകൾ എഴുതി വെച്ചിരിക്കുന്നതും ഹല്ലേലൂയ ഹൃദയം രൂപാന്തരപ്പെടുത്തുന്നതും ആയ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എത്രയോ ശ്രേഷ്ഠം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയ്ക്കകത്ത്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു കർത്താവ് മധ്യസ്ഥം വഹിച്ചത് കൊണ്ട്, യേശു ആയ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പരമയാഗമായതുകൊണ്ട്, കൃപ കൊണ്ട് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഇങ്ങനെ മിടുക്കരായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു നമ്മുടെ ജീവിതത്തിനകത്ത് വന്നതും നമ്മൾ വെളിച്ചം ലഭിച്ചതും. സ്തോത്രം. അവിടെ യിരെമ്യായുടെ 31 വരുമ്പം അതിന്റെ സ്തോത്രം, അതിന്റെ 33 വാക്യം ഇങ്ങനെ പറയുന്നു, but this is the new covenant I will make with the people of Israel on that day, says the Lord. I'll put my instructions deep within them and I'll write them on their hearts. I will be their God and they will be my people. എന്ന് വായിച്ചേ. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എങ്ങനെയാ നമ്മുടെ ഉള്ളിനകത്ത് ഈ കൽപ്പനകൾ കേറുന്നേ? പരിശുദ്ധ ആത്മാവിനാൽ. അതാണ് വചനം പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ക്രിസ്തുവിന്റെ വചനമായ ഈ ബീജം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളുടെ അകത്ത് എങ്ങനെയാ കഴുകൽ സംഭവിച്ചത്? നമ്മളുടെ അകത്ത് എങ്ങനെയാ രൂപാന്തരം സംഭവിച്ചത്? നമ്മളുടെ അകത്ത് എങ്ങനെയാ ധൈര്യം വന്നത്? ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം വന്നു, പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ വന്നു, ദുർസ്വഭാവമുള്ളവരുടെ ദുർസ്വഭാവം മാറിപ്പോയി. എങ്ങനെ ഇത് സംഭവിച്ചു? നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് ദൈവ
ദൈവവചനം അകത്തോട്ട് കയറിയിട്ട് അകത്ത് കയറി അത് ക്രിയ ചെയ്തു. നമ്മുടെ ഹൃദയമായ മാംസപ്പലകളില് പരിശുദ്ധാത്മാവ് ഈ വചനത്തിനെ കൊത്തി എഴുതി വെച്ചു. അതുകൊണ്ട് നമ്മുടെ ധൈര്യമില്ലാത്ത മേഖലകളിലൊക്കെ നമുക്ക് ധൈര്യമുണ്ടായി. നമ്മൾ രൂപാന്തരപ്പെട്ടു, മനസ്സൊന്ന് മാറി, നമ്മൾ പുതിയ സൃഷ്ടികളായി. നമ്മളെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയും ഇവരെ കണ്ടു പഠിക്കണമെന്ന്. ഹല്ലേലൂയ. പുതിയ ഉടമ്പടി ചെയ്യുന്നത് അതാണ്. ഹല്ലേലൂയ. പഴയത് എല്ലാം മാറിപ്പോയി. ഹല്ലേലൂയ. പഴയ നിയമത്തിനും പഴയ രീതികൾക്കും ആരോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു നിന്നതിനും ഒന്നിനും ഒരു പ്രസക്തിയുമില്ല, അതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല. മറ്റൊരു വ്യക്തി നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നോണ്ട് ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കാം, നിങ്ങളുടെ പാപങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയുമില്ല. യേശു കർത്താവിന് മാത്രമേ നമുക്ക് വേണ്ടി മീഡിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ ഹെബ്രായരുടെ ലേഖനം 8:6 പറഞ്ഞത്, ഹി മീഡിയേറ്റ്സ് എ ഫാർ ബെറ്റർ കവനന്റ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചത് ഏറ്റവും ശ്രേഷ്ഠം. ഹല്ലേലൂയ. പഴയതിനകത്ത് ദൈവം നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷേ ഇന്നോ പുതിയ നിയമ വിശ്വാസികളെ ഹല്ലേലൂയ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാണുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ രക്തത്തിലൂടെയാ, യേശു കർത്താവിന്റെ പുണ്യാക രക്തത്തിലൂടെയാ നമ്മളെ ഓരോരുത്തരെയും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നെങ്കിൽ കൃപ, നമ്മൾ വിശ്വാസത്തിൽ വന്നെങ്കിൽ അത് കൃപ. എന്നുവെച്ചാൽ യേശു കർത്താവിന്റെ രക്തത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഹല്ലേലൂയ പിതാവായ ദൈവം സ്വർഗത്തിലിരുന്ന് പറയുന്നു പാപമില്ലെന്ന്. ഓ സ്തോത്രം. നമ്മളിലൊക്കെ എത്ര പാപം ഉണ്ടായിരുന്നവരും ഇന്നും പാപത്തിനെയൊക്കെ താലോലിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. സ്തോത്രം. ജഡത്തിന്റെ പല ഇച്ഛകളെയും, നാവിന്റെ ഇച്ഛകളെയും കണ്ണിന്റെ ഇച്ഛകളെയും ഒക്കെ താലോലിച്ചുകൊണ്ട് നടന്നിട്ട് അതിന്റെ പുറകിലൊക്കെ മറിഞ്ഞിരിക്കുന്ന എത്രയോ അധികം ആൾക്കാരുണ്ട്. പക്ഷെ യേശു കർത്താവിന്റെ രക്തത്തിലൂടെ പിതാവായ ദൈവം നമ്മളെ കണ്ടിട്ട് പറയുക പാപമില്ല, കുറ്റമില്ല എന്ന്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഫാർ ബെറ്റർ കവനന്റ്. നമ്മളെ പുതിയ സൃഷ്ടികളാക്കി. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ അതിന്റെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ അതിന്റെ 17-ാം തിരുവചനം പറയുന്നു, ദിസ് മീൻസ് that anyone who belongs to Christ has become a new person. The old life is gone, a new life has begun. പുതിയ ഉടമ്പടിയുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കും തോറും വചനം നമ്മുടെ കാതുകളിൽ നിന്ന് നമ്മുടെ ഹൃദയമായ മാംസപ്പലകയില് എഴുതി വെച്ചിരിക്കുന്ന അതാ വചനം പറഞ്ഞത് അല്ലേ? യെരമ്യായുടെ 31 അതാ പറഞ്ഞത്. എബ്രായർ 8 അതാ പറഞ്ഞത്. എന്താണ്? യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് കൊണ്ട് ഈ യേശുവായ വചനം ഹല്ലേലൂയ നമ്മൾ കേൾക്കും തോറും നമ്മുടെ കാതുകളിൽ കൂടെ അത് കയറി വന്ന് നമ്മുടെ ഹൃദയമായ മാംസപ്പലകയിൽ കുത്തി വെച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ കുത്തി വെക്കുമ്പോൾ നമ്മുടെ ഹാർട്ടേല് വചനം ഇങ്ങനെ കുത്തിവെച്ച് ഒന്ന് ചിന്തിച്ച്, നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ഹാർട്ടേൽ ഇങ്ങനെ ഇൻസ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചങ്കയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഇതിങ്ങനെ എഴുതി വെക്കും തോറും ഓരോ ഹൃദയത്തിന്റെ തുടുപ്പും കൊണ്ട് ഈ വചനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ രക്തത്തിനകത്ത്, നമ്മുടെ മാംസത്തിനകത്ത്, നമ്മുടെ ശ്വാസകോശത്തിനകത്ത് ഒക്കെ കേറി ഇറങ്ങുക ഈ വചനം. ഓ വണ്ടർഫുൾ. ഹല്ലേലൂയ. ഈ വചനം നമ്മളുടെ അകത്തൂടെ കേറി ഇറങ്ങുമ്പോൾ നമ്മളുടെ അകത്ത് ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കണ്ണിന്റെ ആ ദൃഷ്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കാത് കേൾക്കുന്നത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ പുതിയ ഉടമ്പടിയുടെ ഹല്ലേലൂയ വചനങ്ങള് എഴുതി വെച്ച് ഇരിക്കുക. ഈ ഹാർട്ടിനകത്ത് കയറുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരും, നമ്മുടെ ചിന്തയുടെ ഭാഗമായി തീരും. പിന്നെ നമുക്ക് പഴയതുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല. യേശു വിചാരിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കുന്നു? പുതിയ ഉടമ്പടിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുണ്ട്. പഴയ ഉടമ്പടിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല. അവിടെ ജഡമാ അവിടെ കൈവരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിനകത്തോ ആത്മാവ ഒരുവന്റെ മേൽ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും പഴയത് കഴിഞ്ഞുപോയി, പുതിയവരാ. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ സൃഷ്ടിയാ. പുതിയ സൃഷ്ടിയുടെ ഹൃദയമായ മാംസപ്പലകയിൽ വചനം എഴുതി കൊത്തി വെച്ചിരിക്കുക. ഈ വചനം നമ്മളെ ഓരോരുത്തരെയും
ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമ്മളെ കൊണ്ടു നടക്കുക. സ്തോത്രം. നമ്മളെ നോക്കിയിട്ട് ലോകം പറയും യു ആർ എൻ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് വേറൊരു ദിവസം അത് ചിന്തിക്കാം. പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. ദൈവം പറഞ്ഞു, പഴയ ഉടമ്പടി ഞാൻ മാറ്റി, പുതിയത് ഞാൻ സ്ഥാപിച്ചു. യേശുവിന്റെ രക്തം കൊണ്ട് പുതിയത് സ്ഥാപിച്ചു. യേശുവായ വചനം കൊണ്ട് പുതിയത് സ്ഥാപിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ പുതിയതൊന്ന് സ്ഥാപിച്ചു. ഇനിയും വിട്ടുപിരിയാൻ പറ്റത്തില്ല. ഇനി ഈ സ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞോടിപ്പോകാൻ പറ്റത്തില്ല. ഓടിപ്പോയാലും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയോ? ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി വെച്ചു. ഇന്നൊന്ന് ചിന്തിച്ചേ, ഇതൊന്ന് ഇമാജിൻ ചെയ്തേ. ഓരോ തവണ എൻ്റെ ഹൃദയം തുടിക്കുമ്പോൾ ഈ വചനം എൻ്റെ ശരീരത്തിന്റെ, എൻ്റെ എല്ലിന്റെ, എൻ്റെ കണ്ണിന്റെ, കാതിന്റെ, എൻ്റെ ചിന്തകളുടെ, എൻ്റെ രക്തത്തിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ടിരിക്കുക. എന്താ? എൻ്റെ ഹൃദയമായ മാംസപ്പലകയിൽ പുതിയ ഉടമ്പടിയുടെ, പുതിയ ശുശ്രൂഷയുടെ തിരുവചനങ്ങൾ എഴുതി വെച്ചു. ഹല്ലേലൂയ. ഈ പുതിയ ഉടമ്പടിക്കകത്ത് ഹല്ലേലൂയ കെടാത്ത ബീജമായ ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചു. ഇതിനാ പറയുന്ന വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണമെന്ന്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടും. ഈ വചനം നമ്മളോട് പറയും, ലോകത്തിനെ ജയിച്ചവനാ ഞാന്, നിങ്ങൾ എന്തിനാ ഭയക്കേണ്ടത്? അല്ലെ, ഈ വചനം നമ്മളോട് പറയും, ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ നാളിലും ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടേണ്ടെന്ന്. ഹല്ലേലൂയ. ഈ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, മരണം നിന്നെ കൈവരിക്കത്തില്ല. ഹല്ലേലൂയ. മരണത്തിനെയും പാതാളത്തിനെയും തോപ്പിച്ച ഞാനാ നിന്റെ കൂടെയുള്ളെന്ന്. ഹല്ലേലൂയ. ഈ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാ. അല്ലേ? നമ്മുടെ ഓരോ സാഹചര്യത്തിനകത്തും വചനം ഇടപെട്ടുകൊണ്ടേയിരിക്കും. എന്താണെന്നറിയോ? ഇത് പുതിയ നിയമം. പുതിയ നിയമത്തിനകത്ത് നമ്മുടെ ഹൃദയമായ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവിന്റെ വിരലാൽ എഴുതി വെച്ചിരിക്കുക ജീവനും ചൈതന്യവുമുള്ള വചനം. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഓരോ ദിവസവും ഓരോ സമയവും കേൾക്കുന്ന വചനം, പുതിയ നിയമത്തിന്റെ വചനം, ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച പുതിയ ഉടമ്പടി ഹല്ലേലൂയ, ഇത് ജീവിതത്തിനകത്ത്, ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഇത് ചൈതന്യം കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ഈ പുതിയ ഉടമ്പടിയായ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മേൽ ഉണ്ടാക്കി പണിതു പൊക്കിയ ആത്മീയ ജീവിതങ്ങള് ഹല്ലേലൂയ ഓരോരുത്തരെയും വലിയ വിശാലതയ്ക്കകത്തേക്കും വലിയ അനുഗ്രഹത്തിനകത്തേക്കും ക്രിസ്തുവിന്റെ ആഗ്രഹത്തിനകത്തേക്കും കൂട്ടിക്കൊണ്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ പ്രിയ ജനത്തിന്റെ നടുവില് ഉയർച്ച മാത്രമേ ഉണ്ടാകത്തുള്ളൂ, താഴ്ച ഒരിക്കലും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പുതിയ ഉടമ്പടിക്കകത്ത് ഹല്ലേലൂയ ഞങ്ങൾക്ക് മധ്യസ്ഥനായ യേശു ക്രിസ്തു ഉള്ളതിനാൽ ഞങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല, തീർന്നു പോകത്തില്ല. ഒരിക്കലും ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്നുള്ള പരിഭവം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.